ഞാൻ നാളെ വീട്ടിൽ ഉണ്ടാകും, ഞാനൊരു ഡോക്ടർ ആകും. അങ്ങനെ ആകും അല്ലെങ്കിൽ ഉണ്ടാകും എന്നെങ്ങനെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാമെന്ന് എൻ്റെ കഴിഞ്ഞ ക്ലാസ് 20-ൽ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. ആ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ്സിലേക്ക് ഇത് കാണാൻ വേണ്ടി ശ്രമിക്കുക. വെൽക്കം ബാക്ക് ഇംഗ്ലീഷ് ഗുരു യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ആകും ഉണ്ടാകും എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, പൂർണ്ണമായിട്ട് പഠിച്ചു കഴിഞ്ഞു. പക്ഷെ ചിലർക്ക് ചില മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ആകില്ല ഉണ്ടാകില്ല എന്നെങ്ങനെ പറയാം? ഞാൻ നാളെ വീട്ടിൽ ഉണ്ടാകില്ല അല്ലെങ്കിൽ ഞാൻ ഡോക്ടർ ആകില്ല. വളരെ സിമ്പിൾ ആണ്. നേരത്തെ വിൽ ബി ആണ് ചേർത്തതെങ്കിൽ ഇത് വിൽ നോട്ട് ബി, ഒരു നോട്ട് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലർക്കും വന്ന ഒരു ഡൗട്ട് വിൽ ബിക്ക് ശേഷം എന്ത് ചേർക്കണം എന്നതാണ്. അപ്പോൾ വ്യക്തമായിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വീട്ടിൽ ഉണ്ടാകും അല്ലെങ്കിൽ രമേശ് ഏട്ടൻ ബസ് സ്റ്റോപ്പിൽ ഉണ്ടാകും. അങ്ങനെ ഇവിടെ എന്ത് സബ്ജക്റ്റ് വന്നാലും ഐ വി യു ദേ പ്ലൂറൽ, ഹി ഷീ ഇറ്റ് സിംഗുലർ, അങ്ങനെ ഏത് സബ്ജക്റ്റ് ആയാലും ഇവിടെ വിൽ ബി ആണ് ചേർക്കേണ്ടത്. ഐ വിൽ ബി ആകും നിലർത്ഥം, അല്ലെങ്കിൽ ഉണ്ടാകും. ഐ വിൽ ബി അറ്റ് ബസ് സ്റ്റോപ്പ്, ഞാൻ ബസ് സ്റ്റോപ്പിൽ ഉണ്ടാകും. അല്ലെങ്കിൽ ഐ വിൽ ബി എ ഡോക്ടർ, ഞാൻ ഡോക്ടർ ആകും. അങ്ങനെ ആകും ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ ഈ വിൽ ബി കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ പ്രിപ്പോസിഷൻ വരും. അറ്റ് വന്നൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇന്ന് വരും. അങ്ങനെ ഇൻ ദ ക്ലാസ് റൂമിൽ ഉണ്ടാകും, അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ ഉണ്ടാകും, അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ ഉണ്ടാകും എന്നൊക്കെ അറ്റ് വരും, പ്രിപ്പോസിഷൻ വരും. പ്രിപ്പോസിഷനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അറ്റ്, ഇന്ന്, അത് കഴിഞ്ഞ ക്ലാസ് കണ്ടാൽ മതി, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ചിലർ ഉപയോഗിച്ചത് ഇവിടെ വേർബ് ഉപയോഗിച്ചിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഐ വിൽ ബി ഈറ്റ് എന്ന് പറയില്ല. ഇവിടെ വേർബ് ഒരിക്കലും വരില്ല. ഇവിടെ വരുന്നത് അഡ്ജക്റ്റീവ് ആണ്. ഒന്നെങ്കിൽ അഡ്ജക്റ്റീവ് വരും, അല്ലെങ്കിൽ പ്രിപ്പോസിഷനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെ കുറിച്ചിട്ട് മനസ്സിലാകും. ഇപ്പൊ തൽക്കാലം മനസ്സിലാക്കി വെക്കുക. അറ്റ് ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ വേർബ് ഒരിക്കലും വരില്ല. കാരണം ഐ വിൽ ബി ഈറ്റ് വരില്ല. കാരണം ഇവിടെ ഓൾറെഡി ഒരു വേർബ് വന്നു കഴിഞ്ഞു. ബി എന്നത് വേർബാണ്. ഐ വിൽ ബി, ഞാൻ ആകും. ഇവിടെ ഞാൻ ആകും. ഇവിടെ ബി എന്നതിന്റെ അർത്ഥം ആവുക എന്നതാണ്. ബി എന്നതിന്റെ ഒറ്റക്കുള്ള അർത്ഥം ആവുക എന്നതാണ്. അപ്പൊ ഐ വിൽ ബി, ഞാനാകും എന്നാണ് ഇവിടെ അർത്ഥം. ഇപ്പൊ ഐ വിൽ ഈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ തിന്നും. ഐ വിൽ ഈറ്റ്, ഇവിടെ ബിക്ക് പകരം ഈറ്റ് എന്നാണ് വരുന്നതെങ്കിൽ ഐ വിൽ ഈറ്റ്, ഞാൻ തിന്നും. ഈറ്റ് എന്ന് പറഞ്ഞാൽ തിന്നുക എന്നാണ് അർത്ഥം. ഐ വിൽ ഈറ്റ് എന്ന് പറഞ്ഞാൽ തിന്നും എന്ന അർത്ഥം വരും. അതേപോലെ തന്നെ ബി ആവുക എന്നാണ് അർത്ഥം. ഐ വിൽ ബി എന്ന് പറയുമ്പോൾ ഞാൻ ആവും. എന്താവും? ഡോക്ടർ ആകും, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാകും. ഐ വിൽ ബി അറ്റ് ഏതെങ്കിലും ഒരു സ്ഥലം. അപ്പോൾ ഇവിടെ വേർബ് ഒരിക്കലും വരില്ല. അതിന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം അഡ്ജക്റ്റീവ് എന്താണെന്ന് മനസ്സിലാക്കണം. അഡ്ജക്റ്റീവിനെ കുറിച്ചും വേർബിനെ കുറിച്ചിട്ടുള്ള എൻ്റെ ഫസ്റ്റത്തെ ക്ലാസ്സിലെ ഡേ 1 ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേർബ് എന്താണ്, അഡ്ജക്റ്റീവ് എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പഠിക്കുക എന്നതല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല. അഡ്ജക്റ്റീവ് മനസ്സിലാക്കി വെക്കുക. ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒന്നും അറിയാത്ത, അഡ്ജക്റ്റീവ് എന്താണ്, വേർബ് എന്താണെന്ന് അറിയാത്ത ഒരാളായിരുന്നു. പക്ഷേ ഇത്രയും എക്സ്പീരിയൻസ് ഇംഗ്ലീഷുമായിട്ട് ഇടപഴകിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഡേ ബൈ ഡേ ഓരോ അഡ്ജക്റ്റീവ് എന്താണെന്ന് മനസ്സിലാകും. അഡ്ജക്റ്റീവ് ഏതൊക്കെയാണെന്ന് കാണാപ്പാഠം പഠിക്കുക എന്നല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ അഡ്ജക്റ്റീവ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലേറ്റ്, ഐ വിൽ ബി ലേറ്റ്, ഞാൻ ലേറ്റ് ആകും. ലേറ്റ് എന്നത് അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അഡ്ജക്റ്റീവോ അല്ലെങ്കിൽ പ്രിപ്പോസിഷനോ ആണ് വരിക. ഇനി നമുക്ക് ഇവിടെ ഞാൻ ഉണ്ടാകില്ല അല്ലെങ്കിൽ ആകില്ല എന്നൊക്കെ പറയാം. നിങ്ങൾക്കറിയാം ഐ വിൽ ബി എന്നതിന് നെഗറ്റീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ വിൽ നോട്ട് ബി, ആകുകയില്ല അല്ലെങ്കിൽ ആവില്ല, ഉണ്ടാകില്ല എന്നൊക്കെ പറയാൻ വിൽ നോട്ട് ബി. ഇവിടെ ഏത് സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാലും വിൽ നോട്ട് ബി ആണ് ചേർക്കേണ്ടത്. ഇവിടെ അഡ്ജക്റ്റീവ് ചേർക്കും അല്ലെങ്കിൽ പ്രിപ്പോസിഷൻസ് ചേർക്കും. നമുക്ക് കൂടുതൽ എക്സാമ്പിൾസിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വീട്ടിൽ ഉണ്ടാകും എന്നാണ് നമ്മൾ പഠിച്ചതെങ്കിൽ ഞാൻ വീട്ടിൽ ഉണ്ടാകില്ല എന്നെങ്ങനെ പറയാം? ഐ വിൽ നോട്ട് ബി അറ്റ് ഹോം ടുമോറോ, ഞാൻ നാളെ വീട്ടിൽ ഉണ്ടാവുകയില്ല. ഇവിടെ അറ്റ് വരാൻ കാരണം എക്സാക്ട് പ്ലേസ് ആണ്. വീട് എന്നത് ഒരു എക്സാക്ട് ലൊക്കേഷൻ ആണ്. ബസ് സ്റ്റോപ്പ് എന്നത് എക്സാക്ട് ലൊക്കേഷൻ ആണ്. സ്കൂൾ, ഐ വിൽ ബി അറ്റ് സ്കൂൾ. യെസ്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ അറ്റ് വരുന്നതിന് കാരണം എക്സാക്ട് ലൊക്കേഷൻ പറയുന്ന സമയത്താണ് അറ്റ് ഉപയോഗിക്കുന്നത്. ഇനി ദ ഷോപ്പ് വിൽ നോട്ട് ബി ഓപ്പൺ. ഇവിടെ ഓപ്പൺ എന്നത് അഡ്ജക്റ്റീവ് ആണ്, പ്രിപ്പോസിഷൻ അല്ല. ഇത് പ്രിപ്പോസിഷൻ ആണ്. അറ്റ് എന്നത് പ്രിപ്പോസിഷൻ ആണ്.
ഓപ്പൺ എന്നത് അഡ്ജക്റ്റീവ് ആണ്. ഈ പ്രിപ്പോസിഷൻ എന്ന വാക്ക് കേട്ടിട്ടും അഡ്ജക്റ്റീവ് എന്ന വാക്ക് കേട്ടിട്ടും വല്ലാതെ ബേജാറാകേണ്ട ആവശ്യമില്ല, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് പേര് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാറ് സാറിന്റെ ക്ലാസ് മനസ്സിലാകുന്നുണ്ട്, പക്ഷേ ഇനി ഇംഗ്ലീഷ് ഒട്ടും സംസാരിക്കാനോ എഴുതാനോ ഒന്നും പറ്റുന്നില്ല എന്ന് വളരെ ടെൻഷൻ അടിച്ചിട്ട് പറയുന്ന വ്യക്തികളുണ്ട്. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. കഴിയില്ല, നമ്മൾ പേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് കഴിയും. ഇത് വളരെ ഈസിയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇംഗ്ലീഷിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷിൽ ഞാൻ മാത്രമായിരുന്നു എൻ്റെ ക്ലാസ്സിൽ തോറ്റത്. ഇന്ന് ഞാനൊരു ഇംഗ്ലീഷിന്റെ ടീച്ചറാണ്. നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള എബിലിറ്റി എനിക്കിപ്പം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും എത്തും. ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ഉള്ളിൽ കോൺഫിഡൻസ് ഉണ്ടാക്കി വെക്കുക. ഇവിടെ ദ ഷോപ്പ് വിൽ നോട്ട് ബി ഓപ്പൺ, ഇവിടെ ഷോപ്പിനെ വിശേഷിപ്പിക്കുന്ന, ഇത് ഷോപ്പ് എന്നത് നൗൺ ആണ്, ഇതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ള അഡ്ജക്റ്റീവ് ആണ് ഇത്. ദ ഷോപ്പ് വിൽ നോട്ട് ബി ഓപ്പൺ, ഷോപ്പ് തുറന്നിട്ടുണ്ടാവുകയില്ല. അഡ്ജക്റ്റീവ് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ വേർബ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് പഠിക്കുക എന്നല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. നമുക്ക് ഏതെങ്കിലും വിധത്തിലൂടെ അഡ്ജക്റ്റീവ് മനസ്സിലാക്കാൻ എന്ന ഒരു ടിപ്സ് ഇല്ല. അഡ്ജക്റ്റീവ് ഏതൊക്കെയാണെന്നും എങ്ങനെയൊക്കെ ഏതൊക്കെ അഡ്ജക്റ്റീവ് ഇംഗ്ലീഷിൽ ഉണ്ടെന്നും നമ്മൾ ഡേ ബൈ ഡേ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക, ഇത് പഠിച്ചുകൊണ്ടിരിക്കുക. അഡ്ജക്റ്റീവ് ഏതൊക്കെയാണ്, വേർബ് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക, ബുക്കിൽ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതല്ലാതെ വേറൊരു മറ്റൊരു വഴിയില്ല. ദ ഷോപ്പ് വിൽ നോട്ട് ബി ഓപ്പൺ, ഷോപ്പ് തുറന്നിട്ടുണ്ടാവുകയില്ല. ദ പോലീസ് വിൽ നോട്ട് ബി ദെയർ അറ്റ് ദിസ് ടൈം. നമ്മൾ ചെറുപ്പക്കാരൊക്കെ, ഞാനൊക്കെ ബൈക്ക് ഓടിക്കുന്ന സമയത്ത്, പണ്ട് ലൈസൻസ് ഇല്ലാത്ത സമയത്ത് കൂട്ടുകാർ പറഞ്ഞത് ഈ സമയത്ത് പോലീസ് അവിടെ ഉണ്ടാവുകയില്ല. അതാണിത്. ദ പോലീസ് വിൽ നോട്ട് ബി ദെയർ. ദെയർ എന്ന് പറഞ്ഞാൽ അവിടെ. ദ പോലീസ് ആവുകയില്ല അല്ലെങ്കിൽ ഉണ്ടാവുകയില്ല. ദെയർ അറ്റ് ദിസ് ടൈം, ഈ സമയത്ത് പോലീസ് അവിടെ ഉണ്ടാവുകയില്ല. ഐ വിൽ നോട്ട് ബി അലൈവ്. അലൈവ് എന്നത് അഡ്ജക്റ്റീവ് ആണ്. ഐ വിൽ നോട്ട് ബി അലൈവ് വെൻ യു അറൈവ്. ഐ വിൽ നോട്ട് ബി അലൈവ്. അലൈവ് എന്ന് പറഞ്ഞാൽ ജീവൻ ഉണ്ടാവും, ജീവനോടെ ആവുക എന്നൊക്കെയാണ് അലൈവ് എന്നതിന്റെ അർത്ഥം. ഇതൊരു അഡ്ജക്റ്റീവ് ആണ്. ഐ വിൽ നോട്ട് ബി അലൈവ്, ഞാൻ ജീവനോടെ ഉണ്ടാവുകയില്ല. വെൻ യു അറൈവ്, നീ വരുന്ന സമയത്ത് ഞാൻ ജീവനോടെ ഉണ്ടാവുകയില്ല. നമ്മൾ ഭാര്യമാരൊക്കെ ഭർത്താക്കന്മാരെ പറ്റിക്കാൻ അല്ലെങ്കിൽ നമുക്ക് തമാശക്ക് പറയുന്നതാണ്, സീരിയസ് ആയിട്ട് ഇത് പറയരുത്. ഐ വിൽ നോട്ട് ബി അലൈവ്, ഞാൻ ജീവനോടെ ഉണ്ടാവുകയില്ല. വെൻ യു അറൈവ്, അറൈവ് എന്ന് പറഞ്ഞാൽ എത്തിച്ചേരും, നീ എത്തിച്ചേരുന്ന സമയത്ത്, നീ വരുന്ന സമയത്ത് ഞാൻ ജീവനോടെ ഉണ്ടാവുകയില്ല. വെൻ യു കം, നീ വരുന്ന സമയത്ത് ഐ വിൽ നോട്ട് ബി എസ്ലീപ്. എസ്ലീപ് എന്നത് അഡ്ജക്റ്റീവ് ആണ്. സ്ലീപ്പ് എന്നതൊരു വേർബ് ആണ്, ഉറങ്ങുക എന്നാണ് അർത്ഥം. ഇവിടെ അസ്ലീപ് എന്നത് അഡ്ജക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഐ വിൽ നോട്ട് ബി അസ്ലീപ്, ഞാൻ ഉറങ്ങുന്നുണ്ടാവുകയില്ല. നീ വരുന്ന സമയത്ത് ഞാൻ ഉറങ്ങുന്നുണ്ടാവുകയില്ല. എൻ്റെ ഉമ്മയൊക്കെ രാത്രി ലേറ്റ് ആയിട്ട് ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ ഉമ്മ പറയാറുണ്ട്, മോനെ വന്നിട്ട് വിളിച്ചോ. ഞാൻ സാധാരണ ഉമ്മയുടെ ഉറങ്ങുന്നുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഒച്ചയുണ്ടാക്കാതെ വാതിലൊക്കെ തുറക്കാറാണ് പതിവ്. അപ്പോൾ ഉമ്മ എന്നോട് പറയും, മോനെ നീ വരുന്ന സമയത്ത് ഞാൻ ഉറങ്ങുന്നുണ്ടാവുകയില്ല, അതുകൊണ്ട് മോൻ ധൈര്യമായിട്ട് വേഗത്തിൽ തന്നെ കയറി വന്നോ, എന്നിട്ട് എന്നെ വിളിച്ചാൽ മതി എന്ന് പറയാറുണ്ട്. അപ്പോൾ വെൻ യു കം ഐ വിൽ നോട്ട് ബി അസ്ലീപ്. അസ്ലീപ് എന്നത് അഡ്ജക്റ്റീവ് ആണ്. ഇവിടെ അലൈവ് എന്നത് അഡ്ജക്റ്റീവ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ദെൻ ഹി വിൽ നോട്ട് ബി ബിസി. ബിസി എന്നതും അഡ്ജക്റ്റീവ് ആണ്. ഹി വിൽ നോട്ട് ബി ബിസി ടുമോറോ, നാളെ അവന് തിരക്ക് ഉണ്ടാവുകയില്ല. ഹി വിൽ നോട്ട് ബി, അവൻ ആവുകയില്ല. ബിസി ആവുകയില്ല. ടുമോറോ, നാളെ അവൻ ബിസി ആവുകയില്ല. അപ്പോൾ നമ്മൾ വിൽ ബി വന്നാൽ ഇവിടെ പ്രിപ്പോസിഷൻ വരുമെന്ന് പഠിച്ചു, അഡ്ജക്റ്റീവ് വരും എന്നും പഠിച്ചു. ഈ വിൽ നോട്ട് ബി വന്നാലും സെയിം തന്നെ, പ്രിപ്പോസിഷൻ വരും, അഡ്ജക്റ്റീവ് വരും എന്നൊക്കെ നമ്മൾ പഠിച്ചു. മറ്റൊരു ഫോമും കൂടി ഇവിടെ വരുന്നുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കുക. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നാണ് അതിൻ്റെ പേര്. നിങ്ങൾ ഞെട്ടിത്തെറിച്ച് പോകേണ്ട. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. ഒരു വേർഡിന് തന്നെ 3 സ്വഭാവങ്ങളുണ്ട്. മനുഷ്യന്മാർക്ക് വ്യത്യസ്ത തരത്തിൽ സ്വഭാവമില്ലേ? നമ്മൾ അന്യൻ സിനിമയിൽ 3 സ്വഭാവമുള്ള മനുഷ്യനല്ലേ? ഒരു മനുഷ്യൻ തന്നെ 3 സ്വഭാവം. അന്യനില് വിക്രം, റെമോ ആൻഡ് അമ്പി. അതേപോലെ തന്നെ ഒരു വേർബ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഗോ, പോവുക എന്നതാണ് വേർബ് എങ്കിൽ അതിന് 3 അവസ്ഥകളുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇംഗ്ലീഷിൽ ഒരു വേർബ് എടുത്തു കഴിഞ്ഞാൽ അതിന് 3 അവസ്ഥകളുണ്ട്. ഒരു ആക്ഷൻ, വേർബ് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ആക്ഷൻ, ഒരു ആക്ടിവിറ്റി, എന്തെങ്കിലും നമ്മൾ കാര്യം ചെയ്യുന്നതിന്, അതിനാണ് ആക്ഷൻ വേർബ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗോ എന്ന വാക്ക് പോവുക എന്നതാണ് അർത്ഥം. ഇതാണ് അതിന്റെ ബേസ് വേർബ്, ഇതിന്റെ ബേസ് വേർബ് ഒറിജിനൽ. പിന്നെ ഇതിന്റെ സ്വഭാവ രൂപമാറ്റമാണ് ഇത്. ഇവിടെ നമ്മൾ V1
B2, B3 എന്നാണ് നമ്മൾ വിളിക്കുന്നത്. വേർബ് 1, വേർബ് 2, വേർബ് 3. ഇവിടെ ഗോ എന്നാണ് സാധാരണ നോർമൽ ഒരു ഗോ എന്നതിന്റെ അർത്ഥം. ഇപ്പൊ നമ്മൾ കളിമണ്ണിന്റെ അതിന്റെ യഥാർത്ഥ പേര് കളിമണ്ണ് എന്നല്ലേ. ആ കളിമണ്ണിനെ ഒരു കട്ട രൂപത്തിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഇഷ്ടിക എന്ന് പറയും അല്ലെ, അതിന്റെ പേര് മാറി. അതേപോലെ തന്നെ അത് സെയിം സാധനത്തിന് രൂപമാറ്റം വരുത്തുന്നു. അത് ഇവിടെ ഗോ എന്ന വാക്കിനെ രൂപമാറ്റം വരുത്തിയതാണ് വെന്റ്, പോയി. പാസ്റ്റ് ആണിത്, ഇത് പാസ്റ്റ് ആണ്. വെന്റ് പോയി എന്നുള്ള അർത്ഥം കിട്ടി ഗോ. അതിന്റെ മൂന്നാമത്തെ ഒരു വേർഷൻ ആണ് ഗോൺ. നമ്മുടെ അല്ലു അർജുന്റെ ഒരു പാട്ടുണ്ട്, മൈ ലവ് ഈസ് ഗോൺ എന്നിട്ട് ആ ഗോൺ, മൈ ലവ് ഈസ് ഗോൺ എന്നാണ് പറയുന്നത്. ഗോൺ പോയി എന്നുള്ള അർത്ഥം. അത് മറ്റൊരു ഫോമാണ്, അതിനെ കുറിച്ച് ഡീറ്റെയിൽ പറയാം. ഗോൺ എന്ന് ഇവിടെ ഉപയോഗിക്കും, അത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഈ ഗോൺ അല്ലെങ്കിൽ കം, ഈ കമ്മിന്റെ കാര്യത്തിൽ കം എന്നത് വരിക എന്നാണ് അർത്ഥം. കെയിം വന്നു എന്നർത്ഥം. ഇവിടെ ഈ കം എന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഇതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. മറ്റ് ചില ഫോമുകളുടെ കൂടെ ഇപ്പൊ വിൽ ബി ആഫ്റ്റർ ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ മാത്രമേ ഉപയോഗിക്കൂ. ഈ വെന്റ് ഉപയോഗിക്കുകയില്ല, ഗോയും ഉപയോഗിക്കുകയില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലർ ഈ വേർബ് അയച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് എക്സാമ്പിൾ അയക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ അയച്ചത് ഈ വേർബാണ്. വേർബ് ഒരിക്കലും വരില്ല. വിൽ ബിക്ക് ശേഷം ഇത് കുറച്ച് നിങ്ങൾക്ക് തിരിയാത്ത പോലെ ഉണ്ടാവും. റിപ്പീറ്റ് ആയിട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാകുന്നതാണ്. ഈ വേർബ് വരികയില്ല. ഏതാണ് വരുന്നത്? ഈ വേർബാണ് വരുന്നത്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എങ്ങനെ മനസ്സിലാക്കും എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു വഴിയുമില്ല. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണെന്ന് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ ഒരുപാട് നമുക്കൊരു വേർബ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പാസ്റ്റ് എന്താണെന്നും പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണെന്നും നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നല്ലാതെ വേറെ യാതൊരു അതർ ഓപ്ഷൻ ഇല്ല. ഇപ്പോൾ ടേക്ക് എന്ന വാക്ക് എടുക്കുക എന്നാണ് അർത്ഥം. ടുക്ക് എന്ന് പറഞ്ഞാൽ എടുത്തു എന്നർത്ഥം. ടേക്കൺ ഇതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞിട്ട് അതിന് ഒരു സിംഗിൾ ആയിട്ടുള്ള അർത്ഥം കൊടുക്കാൻ കഴിയില്ല. നമ്മൾ വേറൊരു ഫോം, ചില ഫോമുകൾക്ക് ശേഷം പാസ്റ്റ് പാർട്ടിസിപ്പിൾ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസിലേക്ക് കടക്കാം. പാസ്റ്റ് പാർട്ടിസിപ്പിളിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഇംഗ്ലീഷിന്റെ ഒരു മിഡിൽ ഭാഗത്തേക്ക് എത്തി എന്നാണ് അർത്ഥം. ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഇനി നമ്മൾ വരാൻ പോകുന്ന ഒരുപാട് സന്ദർഭങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് കുറച്ച് ടഫായിട്ട് ആദ്യം നിങ്ങൾക്ക് തോന്നാം, അത് സത്യമാണ്. എനിക്കും ഞാൻ പഠിച്ചു വരുന്ന സമയത്ത് ഒരുപാട് സംശയം ഉണ്ടാക്കി തന്ന ഒരു വ്യക്തിയാണ് ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിഞ്ഞുകൊണ്ട് വരും. നമുക്ക് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ബേസിക് ആയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. He will not be gone. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഗോ എന്ന് വരില്ല. കാരണം എന്താണ്? ഗോ എന്നത് വേർബ് ആണ്. വേർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഗോൺ. ഗോ, വെന്റ്, ഗോൺ. ഇവിടെ ഗോൺ ആണ് ഉപയോഗിച്ചത്. He will not be gone. പോയിട്ടുണ്ടാവുകയില്ല, അവൻ പോയിട്ടുണ്ടാവുകയില്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് he will not be gone എന്ന് പറയാം. ഇനി അടുത്തത് the book will not be taken by him. അവൻ ബുക്ക് എടുത്തിട്ടുണ്ടാവുകയില്ല, ഉണ്ടാവുകയില്ല എന്നർത്ഥം. The book will not be, the book ആവുകയില്ല, എന്താവുകയില്ല? taken, എടുത്തിട്ടുണ്ടാവുകയില്ല. ബുക്ക് ഉണ്ടാവുകയില്ല, എടുത്തിട്ടുണ്ടാവുകയില്ല. taken, എടുത്തിട്ടുണ്ടാവുകയില്ല. by him, അവനാൽ. ഹിം എന്ന് പറഞ്ഞാൽ അവൻ എന്നാണ് അർത്ഥം. അവനാൽ ആ ബുക്ക് എടുത്തിട്ടുണ്ടാവുകയില്ല. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ഫോമിൽ പറയാം, എടുക്കപ്പെട്ടിട്ടുണ്ടാവുകയില്ല. ഓക്കെ, ദ ഫുഡ് വിൽ നോട്ട് ബി കുക്ക്ഡ്. ഇവിടെ നിങ്ങൾക്കൊരു സംശയം തോന്നാം, കുക്ക്ഡ് എന്നത് പാസ്റ്റ് തന്നെയല്ലേ? കുക്ക് എന്ന് പറഞ്ഞാൽ പാചകം ചെയ്യുക എന്നാണ് അർത്ഥം. കുക്കിംഗ്, പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നു, കുക്കിംഗ്. അപ്പോൾ ING ചേർത്ത് കഴിഞ്ഞാൽ കുക്കിംഗ്, ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥം വരും. ഇനി കുക്ക്ഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണത്. പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒരുപാട് വേർബ്സിന്റെ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും സെയിം ആണ്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോ, വെന്റ്, ഗോൺ. അത് മൂന്നും വ്യത്യസ്തമാണ്. ഇത് നമ്മൾ അന്യൻ സിനിമയിൽ നോക്കിക്കഴിഞ്ഞാൽ റെമോയും അമ്പിയും പിന്നെ അന്യനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുള്ളതുപോലെ തന്നെ ഗോയും വെന്റും ഗോണും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷെ ചില വേർബ്സ്, അങ്ങനെയുള്ള ഒരുപാട് വേർബ്സ് ഉണ്ട്, അതിന്റെ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും സെയിം ആയിരിക്കും, ഒരാളായിരിക്കും. ഇവിടെ പാസ്റ്റ് പ്രസന്റ് മാത്രമാണ്, ബേസ് ഫോം മാത്രമായിരിക്കും വ്യത്യാസം. അതിന് ഉദാഹരണമാണ് കുക്ക്ഡ്.
കുക്ക് എന്ന് പറഞ്ഞാൽ പാചകം ചെയ്യുക എന്നർത്ഥം. കുക്ക്ഡ് എന്ന് പറഞ്ഞാൽ ചെയ്തു എന്നർത്ഥം, പാചകം ചെയ്തു കഴിഞ്ഞു എന്നുള്ള അർത്ഥം. ഇനി പാസ്റ്റ് പാർട്ടിസിപ്പിൾ നോക്കിയാലും കുക്ക്ഡ് എന്ന തന്നെയാണ്. അതുപോലെ തന്നെ ഫിനിഷ് എന്ന് അവസാനിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. ഫിനിഷ്ഡ് അവസാനിച്ചു എന്നുള്ള അർത്ഥമാണ്. ഫിനിഷ്ഡ് ഇതിന്റെയും ഫിനിഷ് എന്ന് പറയുന്നതിന്റെ പാസ്റ്റും ഫിനിഷ്ഡ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും ഫിനിഷ്ഡ് ആണ്. അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഒരു കോംപ്ലക്സിറ്റി ആയിട്ട് നിങ്ങൾക്ക് തോന്നാം, പക്ഷേ ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില വാക്കുകളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ദ ഫുഡ് വിൽ നോട്ട് ബി കുക്ക്ഡ്, ഭക്ഷണം പാചകം ചെയ്തിട്ടുണ്ടാവുകയില്ല, പാചകം പെട്ടിട്ടുണ്ടാവുകയില്ല എന്ന് പറയാം, പാചകം ചെയ്തിട്ടുണ്ടാവുകയില്ല. ഭക്ഷണം പാചകം ചെയ്തിട്ടുണ്ടാവുകയില്ല. ദ ഫുഡ് വിൽ നോട്ട് ബി കുക്ക്ഡ്. ഇപ്പോൾ അത്രത്തോളം മനസ്സിലാക്കി വെക്കുക. ഇനി പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതാണ് നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാനുള്ള അടുത്ത സ്റ്റെപ്പ് പാസ്റ്റ് പാർട്ടിസിപ്പിളിനെ കുറിച്ച് മനസ്സിലാക്കി വെക്കുക. കാരണം അത് മനസ്സിലാക്കിയാൽ മാത്രമേ ഇനി ഞാൻ ക്ലാസ്സുകൾ ഇനി അഡ്വാൻസ് സ്റ്റേജിലേക്ക് കടക്കുകയാണ്. നമ്മൾ പണ്ട് കഴിഞ്ഞു പോയതെല്ലാം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ അത്ര കോംപ്ലക്സിറ്റി ഇല്ലായിരുന്നു. ഇവിടെ ഇനി നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഫോമുകൾ പഠിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു വേർബ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പാസ്റ്റ് എന്താണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് വഴി എന്നെ അറിയിക്കുക. അപ്പോൾ വിൽ ബിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡൗട്ട്സ് നിങ്ങൾക്കുണ്ട് എന്നറിയാം. എന്ത് ഡൗട്ട് ആണെങ്കിലും കമന്റിലൂടെ നിങ്ങൾ അറിയിക്കുക. ഈ പാസ്റ്റ് പാർട്ടിസിപ്പിളിനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടാവും. നിങ്ങൾ ഒരു കാര്യത്തിലും ഇങ്ങനെ ടെൻഷൻ അടിക്കില്ല, ബേജാറാവേണ്ട ആവശ്യമില്ല. കാരണം ഒരു മുടി വളരുന്നത് നിങ്ങൾ അറിയാതെയല്ലേ. അതേപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പാസ്റ്റ് പാർട്ടിസിപ്പിൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരവസ്ഥ വന്നിട്ടുണ്ടാകും. ഇതെന്താണ്, എന്നെ കൊണ്ട് കഴിയോ, എനിക്ക് മനസ്സിലാക്കുന്നില്ലല്ലോ, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ആദ്യം ചിന്തകൾ ഉണ്ടാകും. അതൊക്കെ പോസിറ്റീവ് ചിന്തകളാക്കി മാറ്റിയെടുക്കുക. കാരണം ഇത് വളരെ ഈസിയാണ്. എനിക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതാണ് ഇതിന് വലിയ ബുദ്ധിയും ഇന്റലിജൻസും ആവശ്യമില്ല. അത് നമ്മൾ ഇംഗ്ലീഷുമായിട്ട് പരിചയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഡേ ബൈ ഡേ നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്നുണ്ടാകും. അത് നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കുന്നുണ്ടാവില്ല നമ്മുടെ ഇംപ്രൂവ്മെന്റ്. അതുകൊണ്ട് തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിളിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് നിങ്ങൾ വേർഡ് ഏതൊക്കെയാണ്, ഇപ്പോൾ ഒരുപാട് വേർബ്സ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഞാൻ മുമ്പ് പറഞ്ഞു തന്ന ഒരുപാട് വേർബ്സ്, അതിൻ്റെയൊക്കെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ നോക്കി വെക്കുക, എഴുതി വെക്കുക. ഇനി പാർട്സ് പാർട്ടിസിപ്പിൾ എങ്ങനെ ഏതൊക്കെ സ്റ്റേജിൽ ഉപയോഗിക്കും, ഫോമിലൊക്കെ ഉപയോഗിക്കും എന്നത് ഞാൻ വളരെ സിമ്പിളായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി തരും. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. എന്തൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിലും എൻ്റെ ക്ലാസ്സിനെ കുറിച്ചിട്ട് എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടെങ്കിലും, നന്മയായാലും തിന്മയായാലും എന്തായാലും നിങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക. നിങ്ങളുടെ കമന്റ് ചെയ്യുക എന്നതാണ് എന്നോട് ചെയ്യുന്ന ഒരു സപ്പോർട്ടീവ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.